ഹായ്. അങ്ങനെ ഞങ്ങൾ പഴനിയിലേക്ക് എത്തിയിട്ടോ. അവിടെ എത്തി ബസ് പാർക്കിംഗ് ചെയ്യുന്നിടത്താണ് വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നത്. അവിടെ നിർത്തി ഞങ്ങൾക്ക് കുറച്ച് നടക്കേണ്ട ദൂരമുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് കയ്യും കാലൊക്കെ ഒന്ന് കഴുകാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നത്. അതിനിടയിൽ അവിടെ എല്ലാവരും ഒക്കെ ഒന്ന് വീഡിയോ എടുത്തു കേട്ടോ. ഞങ്ങൾ പോണതിൻ്റെ ഇടയിലാണ്. അപ്പോൾ ഇതാ സുന്ദരനുണ്ട്, മിനിയുണ്ട്, ചേച്ചിയുണ്ട്, നമ്മളെ തൊട്ടടുത്ത വീട്ടിലുള്ള ആൾക്കാരുണ്ട്, നമ്മളെ കൂട്ടുകാരികളൊക്കെ ഉണ്ട് ഇതിൽ കേട്ടോ. അപ്പോൾ എനിക്ക് അവരുടെ കൂടെയൊക്കെ പോകുമ്പോൾ നല്ല വൈബാണ്, നല്ല രസമായിട്ടോ ഞങ്ങളെ യാത്ര. മുൻപ് ഞങ്ങൾ ആദിയോഗിയിൽ പോയത് കാരണം അന്നും ഞങ്ങൾക്ക് നല്ല രസമായിരുന്നു. അന്ന് ഞാൻ ഈ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല, അന്ന് ഞാൻ വീഡിയോ ഇടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി കണ്ടോ, ഓരോ വണ്ടികൾ ചക്രങ്ങൾ വെച്ചിട്ട് ഇങ്ങനെ ഓരോ പെട്ടിയിലൊക്കെ ഐസും ഇതൊക്കെ വെച്ച് പോവുകയാണ് ഓരോരുത്തർ. ഇതിൻ്റെ ഇടയിൽ ഒരാളെ മുട്ട അടിക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, ആ മുടി കൊണ്ട് കാണിക്കണുണ്ടല്ലോ, ആ ആളെ കുറച്ച് കഴിഞ്ഞിട്ട് മുട്ട അടിച്ചിട്ട് ഈ വീഡിയോയിൽ തന്നെ കാണാം. അങ്ങനെ ഞാനും ചിന്നും വേറൊരു അമ്മയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ കാവടി എടുക്കാൻ. അനിയത്തിന് പാലഭിഷേകം, ഭസ്മാഭിഷേകം അതൊക്കെ കയ്യിൽ പിടിക്കാനും ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് കാവടിയൊക്കെ എടുത്തിട്ട് കുറച്ച് അങ്ങോട്ട് പോയിട്ട് വേണം. ഞങ്ങളവിടെ അവർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങളെ കൂടെയുള്ളവർ കുറച്ച് ആൾക്കാർ ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് കാവടി എടുത്ത് കയറുകയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ കഴിഞ്ഞ വർഷം പോയ പോലെ അല്ല, ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. റോട്ടിൽ നിന്നിട്ട് തന്നെ ഉണ്ട് നമുക്ക് അങ്ങോട്ട് പോകണം. അതുവരെ ഷീറ്റൊക്കെ ഇട്ടിട്ട് കുറച്ച് നമുക്ക് തണലത്ത് നിൽക്കാൻ പറ്റിയിട്ടുണ്ട്. വെയിൽ കാരണം ഞാൻ മുടിയൊക്കെ മേലേക്ക് കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അത്രയും വെയിലാണ്. നടക്കാൻ നമുക്ക് കാലിന് ചെരുപ്പൊക്കെ ഞങ്ങൾ അവിടെ വെച്ച കാരണം കാലിനൊക്കെ ഭയങ്കര ചൂടാണ്, അത്രയും വെയിലത്താണ്. പിന്നെ ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ അതിനേക്കാളായിരുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ് ചെയ്യുക കേട്ടോ.